നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്ത് പ്രകോപനമുണ്ടായാലും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പ്രഖ്യാപനമാണിത്. പോലീസിനാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസിനോട് നിർദ്ദേശിച്ചു. CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാന പരിസരത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഇരു കൂട്ടരും ഹർജി നൽകിയിരുന്നു. ഇതിലാണ് കോടതിയുടെ ഉത്തരവ്. ആസ്ഥാന മന്ദിരത്തിന്റെ അധികാര തർക്കത്തിൽ ഇടപെടുന്നില്ലെന്നും നിയന്ത്രണം സംബന്ധിച്ച അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടേത് ആയിരിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. എന്തായാലും നിർണായകമായ ഒരു നിർദ്ദേശമാണ് പോലീസിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. എറണാകുളം മൂവാറ്റുപുഴ പാതയുടെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയായിരുന്നു സർക്കാരിനെ വിമർശിച്ചത്. ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗിന്റേതാണ് ഈ വിമർശനം. കേസുകളുടെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ ഉദാസീനത കാണിക്കുന്നുവെന്നാണ് ഹൈക്കോടതി വിമർശനം. സംസ്ഥാനത്തെ പരമോന്നത കോടതിയോട് സർക്കാർ അനാദരവ് കാണിക്കുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു. കേസുകൾ നീട്ടിവെക്കാൻ തുടർച്ചയായി സർക്കാർ വക്കീലന്മാർ ആവശ്യപ്പെടുന്നത് കാരണം കേസുകളുടെ എണ്ണം കൂടുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ പകരം ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ഹാജരായില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് കോടതി താക്കീത് നൽകി. 2018 മുതൽ പരിഗണനയുള്ള കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അത് സമർപ്പിച്ചിട്ടില്ല. ജൂൺ 11 കേസ് പരിഗണിക്കുമ്പോൾ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരായി നടപടികൾ വിശദീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. എന്നാൽ ഇന്നലെ വിഷയം പരിഗണിച്ചപ്പോൾ ഹാജരാകാനുള്ള ബുദ്ധിമുട്ട് കാണിച്ച് K. വാസുകി IAS അപേക്ഷ നൽകിയിരുന്നു. ഇതോടെ കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ശക്തമാകുകയായിരുന്നു. കേസുകളുടെ നടത്തിപ്പിലും കോടതി നടപടികളിലും ഉദാസീനത സർക്കാർ കാണിച്ചു. ഇത് സംസ്ഥാനത്തെ പരമോന്നത കോടതിയോടുള്ള അനാദരവാണെന്നും അത് വേദനയുളവാക്കുന്നതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പലവട്ടം ആവശ്യപ്പെട്ടിട്ടും എതിർ സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കുന്നില്ല. കേസുകൾ നീട്ടിവെക്കാൻ തുടർച്ചയായി സർക്കാർ വക്കീലന്മാർ ആവശ്യപ്പെടുന്നു. ഈ കാരണത്താൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും വ്യക്തിപരമായി 1.5 ലക്ഷം രൂപ വീതം ഈടാക്കാമെന്നും കോടതി വ്യക്തമാക്കി. കോടതി ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാതിരുന്ന ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിലപാടിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ പകരം ഉദ്യോഗസ്ഥനെ രേഖകൾ സഹിതം ചുമതലപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.